അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുത്ത ജോർജിയ യൂണിവേഴ്സിറ്റിയിലെ പൊതുപരിപാടിയിൽ നാടകീയ രംഗങ്ങൾ. ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികളെ വംശഹത്യയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സദസ്സിൽ നിന്ന് ഉയർന്ന പ്രതിഷേധം വാൻസിനെ പ്രതിരോധത്തിലാക്കി. പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരാൾ വിളിച്ചു പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. യേശുക്രിസ്തു വംശഹത്യയെ പിന്തുണയ്ക്കുന്നില്ല എന്നായിരുന്നു സദസ്സിൽ നിന്നുയർന്ന പ്രധാന പ്രതിഷേധ സ്വരം. വാൻസ് തന്റെ പ്രസംഗം തുടരുന്നതിനിടെ ഗാസയിൽ കൊല്ലപ്പെടുന്ന കുട്ടികളെക്കുറിച്ച് വൈകാരികമായ രീതിയിൽ പ്രതിഷേധക്കാരൻ സംസാരിച്ചു. നിങ്ങൾ കുട്ടികളെ കൊല്ലുകയാണ്, നിങ്ങൾ കുട്ടികളെ ബോംബെറിയുകയാണ് എന്ന രൂക്ഷമായ ആരോപണമാണ് വൈസ് പ്രസിഡന്റിന്റെ നേരെ ഉയർന്നത്. പ്രതിഷേധക്കാരന്റെ വാക്കുകൾ പരോക്ഷമായി ലക്ഷ്യം വെച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂടിയായിരുന്നു. നേരത്തെ ട്രംപ് തന്നെ യേശുക്രിസ്തുവായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിത്രം പങ്കുവച്ചിരുന്നു. ഇതിനെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു പ്രതിഷേധക്കാരന്റെ യേശു വംശഹത്യയെ അനുകൂലിക്കുന്നില്ല എന്ന പ്രസ്താവന. പ്രതിഷേധം കനത്തതോടെ JD വാൻസ് തന്റെ പ്രസംഗം അല്പനേരം നിർത്തിവെച്ചു. എന്നാൽ പ്രകോപിതനാകാതെ പ്രതിഷേധക്കാരന്റെ വാക്കുകളെ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ടാണ് വാൻസ് മറുപടി നൽകിയത്. ഞാൻ സമ്മതിക്കുന്നു, യേശു വംശഹത്യയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇരുട്ടിൽ നിന്ന് ആരൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞാലും അത് ശരിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ ഗാസ നയങ്ങളെ വാൻസ് ശക്തമായി ന്യായീകരിച്ചു. ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ പരിശ്രമിച്ച ട്രംപിനോട് പ്രതിഷേധക്കാരൻ നന്ദിയുള്ളവനായിരിക്കണമെന്ന് വാൻസ് ഓർമ്മിപ്പിച്ചു. ഞങ്ങളാണ് ഗാസയിലെ പ്രശ്നം പരിഹരിച്ച ഭരണകൂടം എന്ന അവകാശവാദമാണ് അദ്ദേഹം ഉയർത്തിയത്. പ്രതിഷേധക്കാരന്റെ ആരോപണങ്ങളെ മുൻ ഭരണകൂടത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് വാൻസ് ശ്രമിച്ചത്. ജോ ബൈഡൻ സർക്കാരിന്റെ കാലത്ത് ഗാസയിലെ മാനുഷിക സാഹചര്യം ഒരു സമ്പൂർണ്ണ ദുരന്തമായിരുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തങ്ങൾ അധികാരമേറ്റ ശേഷമാണ് അവിടെ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായതെന്ന് അദ്ദേഹം വാദിച്ചു. ഗാസയിൽ സമാധാന കരാർ നടപ്പിലാക്കിയ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന വാൻസിന്റെ പ്രസ്താവന സദസ്സിൽ വലിയ ചർച്ചയായി. ഗാസയിലെ ദുരിതങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നവർ എന്തുകൊണ്ട് ബൈഡൻ ഭരണകൂടത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. തങ്ങൾ വന്നതോടെ ഗാസയിലേക്കുള്ള സഹായങ്ങൾ വർദ്ധിച്ചുവെന്ന് വാൻസ് അവകാശപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടാകാത്ത വിധത്തിലുള്ള മാനുഷിക സഹായങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ എത്തുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യം തങ്ങൾ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നതിന് തെളിവാണെന്നും വാൻസ് പറഞ്ഞു. എന്നാൽ വാൻസിന്റെ മറുപടികൾ പ്രതിഷേധക്കാരനെ തൃപ്തനാക്കിയില്ല. വീണ്ടും നിങ്ങൾ കുട്ടികളെ കൊല്ലുകയാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. ഈ തർക്കം പ്രസംഗവേദിയെ അല്പനേരം സംഘർഷഭരിതമാക്കി. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് സാഹചര്യം നിയന്ത്രിച്ചത്. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ട്രംപിന്റെ മുൻപത്തെ ചില വിവാദ നടപടികൾ ഉണ്ടെന്നത് വ്യക്തമാണ്. സ്വയം യേശുവായി ചിത്രീകരിച്ച ട്രംപിന്റെ ചിത്രം വലിയ ദൈവനിന്ദയായാണ് നേരത്തെ ആരോപണം ഉയർന്നിരുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ പോലും ഈ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ട്രംപിന്റെ നടപടി പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നും ചിത്രം ഉടൻ നീക്കം ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ക്രിസ്ത്യൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ നടത്തിയ നീക്കം തിരിച്ചടിയായതോടെ ട്രംപ് പിന്നീട് ട്രൂത്ത് സോഷ്യലിൽ നിന്ന് ആ ചിത്രം നീക്കം ചെയ്യുകയായിരുന്നു. സഭയുമായുള്ള ട്രംപിന്റെ അസ്വാരസ്യങ്ങളും ഈ സന്ദർഭത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിനെതിരായ നിലപാടിന്റെ പേരിൽ പോപ്പ് ലിയോ 14 ട്രംപ് അധിക്ഷേപിച്ചിരുന്നു. പോപ്പിനെ ദുർബലനെന്നും റാഡിക്കൽ ലെഫ്റ്റ് എന്നുമാണ് ട്രംപ് വിളിച്ചത്. രാഷ്ട്രീയത്തിൽ ഇടപെടാതെ പോപ്പ് തന്റെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇറാന്റെ കാര്യത്തിൽ പോപ്പ് സ്വീകരിച്ച സമാധാനപരമായ നിലപാട് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം യേശുവായി സ്വയം ചിത്രീകരിച്ച ചിത്രം പോസ്റ്റ് ചെയ്തത്. ജോർജിയ യൂണിവേഴ്സിറ്റിയിലെ പ്രതിഷേധം സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഗാസ വിഷയം ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ്. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ അമർഷം വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്ക റിപ്പബ്ലിക്കൻ ക്യാമ്പിലുണ്ട്. ഗാസയിലെ വംശഹത്യ എന്ന വാക്ക് അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇപ്പോൾ വലിയ തോതിൽ മുഴങ്ങുന്നുണ്ട്. JD വാൻസിനെ പോലെയുള്ള നേതാക്കൾക്ക് ഇത്തരം വേദികളിൽ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഇതിന്റെ പ്രതിഫലനമാണ്. മാനുഷിക സഹായങ്ങളെ കുറിച്ചുള്ള വാൻസിന്റെ അവകാശവാദങ്ങൾ പലപ്പോഴും സദസ്സ് പുച്ഛിച്ച് തള്ളുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പ്രതിഷേധക്കാരെ നേരിടുന്നതിൽ വാൻസ് കാണിച്ച സംയമനം ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി നൽകുന്നതിന് പകരം അത് രാഷ്ട്രീയമായ ചെളിവാരി എറിയലായി മാറിയെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഗാസയിലെ യഥാർത്ഥ സാഹചര്യം വാൻസ് പറഞ്ഞതിൽ നിന്നും വിഭിന്നമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിനുള്ള അമേരിക്കയുടെ ആയുധ സഹായം തുടരുന്നതിനെ കുറിച്ചും സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. ഇത്തരം സഹായങ്ങൾ നിർത്താതെ സമാധാന കരാറുകളെ കുറിച്ച് പറയുന്നത് ഇരട്ടത്താപ്പാണെന്ന് പ്രതിഷേധക്കാർ വാദിക്കുന്നു. കുട്ടികളുടെ മരണം തടയാൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തണമെന്നതാണ് അവരുടെ ആവശ്യം.
ട്രംപ് വാൻസ് സഖ്യം അധികാരത്തിൽ തുടരുമ്പോൾ വിദേശ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഗാസയിലെ ആക്രമണം തുടരുന്നത് അവരുടെ സമാധാനവാദങ്ങളെ ചോദ്യം ചെയ്യുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ യേശുവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ കൂടിച്ചേരൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിലെ പരിപാടിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വാൻസിന്റെ പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രശ്നം പരിഹരിച്ച ഭരണകൂടം ഞങ്ങളാണ് എന്ന വാൻസിന്റെ പ്രസ്താവന പലരെയും പ്രകോപിപ്പിച്ചു. ഗാസയിലെ മരണം അവസാനിക്കാതെ വിജയപ്രഖ്യാപനം നടത്തുന്നത് ക്രൂരതയാണെന്ന് പലരും കുറിച്ചു. അടുത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഈ വിഷയം സജീവമായി നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. ജോർജിയയിലെ ഈ സംഭവം ട്രംപ് ഭരണകൂടത്തിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്യാമ്പസുകളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറാൻ സാധ്യതയുണ്ട്.